ഹായ് സുഹൃത്തുക്കളെ, നമുക്കിന്ന് എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കാൻ പഠിക്കാം. ഇതിൽ തേങ്ങ വറുത്തരക്കലോ മറ്റോ ഒന്നുമില്ല. നന്നായി പരിപ്പ് വേവിച്ചെടുക്കുക, ഉടച്ചെടുക്കുക. പിന്നെ ഉപ്പ് ചേർക്കുക. അതിൽ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഉലുവയും ചേർക്കാം. പിന്നെ മസാലപ്പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ, മുളക് പൊടി. സാധാരണ ഞങ്ങൾ സാമ്പാറിൻ്റെ പൊടി ഉപയോഗിക്കാറില്ല. ഇത് നമുക്ക് ഓണത്തിന് ക്ലബിൽ നിന്ന് കിറ്റിൽ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ മസാലകൾ മാത്രം, കായവും ഇതൊക്കെ ചേർത്ത് പൊടികൾ ചേർത്ത് ഉണ്ടാക്കുക ചെയ്യാറ്. ഇതിൽ കുറച്ച് മേളത്തിൻ്റെ സാമ്പാർ പൊടി, ഏത് സാമ്പാർ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് നമ്മുടെ കഷ്ണം ഇടാനുള്ള അളവിൽ വെള്ളം ഒഴിക്കുക, ഒന്ന് തിളപ്പിക്കുക. അതാണ് പിന്നെ ചെയ്യേണ്ടത്. ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ അധികം വേവ് വേണ്ട കഷ്ണങ്ങൾ ആദ്യം ഇടുക. ഇതിലിപ്പോൾ ഉരുളക്കിഴങ്ങ്, കോവയ്ക്ക, അങ്ങനെ 2-3 ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ അതിൽ വേവ് കൂടുതലുള്ളത് ആദ്യം ഇടുക. അതിനുശേഷം ഈ കഷ്ണങ്ങൾ വേവിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വേപ്പില ചേർക്കാം. അത് അല്ലെങ്കിൽ താളിച്ചെടുക്കുമ്പോൾ ചേർത്താലും മതി. വേറെ ഇതിൽ ഞങ്ങൾ ഇഞ്ചിയോ പച്ചമുളകോ ഒന്നും ഉപയോഗിക്കില്ല. പലരും അങ്ങനെ ഇഞ്ചിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതിൽ അങ്ങനെ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. പിന്നെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഒരു വിസിലൊന്നും വരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ, വേഗം വേവുന്നതാണ്. പിന്നെ സ്റ്റീൽ കുക്കറാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ അതിന് ഹീറ്റ് നിൽക്കുന്ന കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് നമുക്ക് അതിൻ്റെ ആവി പോകണമെന്ന് വരെ വയ്ക്കുക. എന്നിട്ട് തുറന്ന് വീണ്ടും ഇപ്പോൾ ലാസ്റ്റ് ഇട്ടത് 2 വഴുതനങ്ങയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായതാണ്. അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അത് മുറിക്കുന്നതിന് മുമ്പ് ആദ്യം കാണിക്കണം എന്ന് വിചാരിച്ചു, പിന്നെ വിട്ടുപോയി. അപ്പോൾ വളരെ വേഗം ഇതും 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. മെല്ലെ ആവി പോയി, അതായത് നന്നായി ആവി പോയതിന് ശേഷം തുറക്കുക കേട്ടോ. കുക്കർ തുറക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ചേർക്കുന്നതാണ് ഏറ്റവും പെട്ടെന്ന് വേവുന്ന സവാള. അത് കഷ്ണങ്ങൾ കുറവായ കാരണം വിചാരിച്ചിട്ട് ഇട്ടതാണ്. സവാള ചേർക്കാറില്ല, വല്ലപ്പോഴൊക്കെ ചേർക്കാറുള്ളൂ. അവൈലബിൾ ആയിട്ടുള്ള കഷ്ണങ്ങളിടും. കൂടുതൽ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഇതിൽ വെണ്ടക്കായ ഇല്ല. മെയിനായിട്ട് സാമ്പാറിൽ വെണ്ടക്കായ ഇല്ലെങ്കിൽ സാമ്പാർ ആവില്ല എന്നുള്ള വിചാരമുള്ളവരുണ്ട്. എന്തായാലും കഷ്ണങ്ങൾ വളരെ കുറച്ചായാലും നമുക്ക് സാമ്പാർ വയ്ക്കാം. ഈ കൂട്ടുകളൊക്കെ സെയിം ആയാൽ മതി. അതിനുശേഷം അതൊക്കെ വെന്തു എന്ന് തോന്നുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് ഒഴിക്കുക. ഇതിപ്പോൾ 3 ലിറ്ററിൻ്റെ കുക്കറാണ്. ഞങ്ങളിവിടെ 2 പേരുള്ളൂ. പക്ഷേ എങ്ങനെ കുറച്ച് വയ്ച്ചാലും ഒരു കുക്കറാകും. അതാണ് രസം. ഇപ്പോൾ അത് പുളിയൊന്ന് തിളച്ച് കഴിഞ്ഞാൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലുള്ള താളിപ്പ് ഇടുക. ആദ്യം കടുക് ഇടുക, പിന്നെ ഉലുവ ചേർക്കുക. ഉലുവ ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് അളവ് ചേർത്താൽ മതി. പിന്നെ വറ്റൽമുളക് കീറിയിടുക. ഇതൊക്കെ സാധാരണ പോലെയുള്ള ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിൽ പക്ഷേ ഏറ്റവും കൂടുതൽ പിന്നെ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞങ്ങൾ സാമ്പാർ കഷ്ണം വേവിക്കുമ്പോൾ ഇടാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് പല കഷ്ണങ്ങളും വേവാനായിട്ട് കുറച്ച് താമസം എടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് താളിക്കുമ്പോൾ ഈ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായി ഇങ്ങനെ ഒരു ചെറിയ ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കുക. അപ്പോൾ നല്ല ശരിക്കും സാമ്പാറിൻ്റെ ഫ്ലേവർ തന്നെ വന്നു തുടങ്ങും. പിന്നെ ഒരല്പം കശ്മീരി മുളക് പൊടി ഇടുക. ഇപ്പോൾ പരിപാടി സത്യത്തിൽ കഴിഞ്ഞു. ഈ മല്ലിപ്പൊടി ഇതിൽ എണ്ണയിൽ വറുത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. ശരിക്കും നമുക്കിങ്ങനെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മണമാണ്. നേരെ ഇതിലേക്ക് ഒഴിക്കുക. സാമ്പാറിലേക്ക്, നമ്മൾ വേവിച്ച് വെച്ച സാമ്പാറിലേക്ക് ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ നല്ല സൂപ്പർ സാമ്പാർ റെഡിയാണ്. നല്ല കുറുകുറാ ചാറുള്ളത്, നല്ല തേങ്ങ ചേർത്തെന്ന് തോന്നുന്ന വിധത്തിലുള്ള നല്ല അടിപൊളി സാമ്പാർ. ഊണിന് വേറെ ഒരു സാധനം വേണ്ട. പപ്പടം വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.